കണ്ടാൽ സാധാരണ ആൾക്കാർക്ക് പ്രണയം വരുമെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് വിശപ്പാണ് വരുന്നത്. അങ്ങനെ ഞാൻ നേരെ വന്ന് തിങ്കാട്ടെ സ്നാക്സ് പാട്ട തപ്പി നോക്കി. അതിലൊന്നുമില്ല ഗൈസ്. എങ്ങനെ ഉണ്ടാവും? പകുതി മുക്കാലും എൻ്റെ പേരിലോട്ടാണ് പോണത്. അങ്ങനെ ഞാൻ എനിക്കറിയാവുന്നൊരു ഈസി റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, ഗോതമ്പ് ദോശ. ഇതിനു മുമ്പും ഞാൻ ഗോതമ്പ് ദോശ ഇതിലുണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നും. ഇത് ബോളിയാണ് കേട്ടോ. കുറച്ച് തേങ്ങയും ശർക്കരയും കൂടെ ഇട്ടിട്ട് ബോളി ഉണ്ടാക്കാമെന്ന് വെച്ചു. അങ്ങനെ ദോശക്കല്ല് വെച്ചു. അതിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു പ്രത്യേക കഴിവുണ്ട്. ആരെങ്കിലും നോക്കി നിൽക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു സാധനവും ശരിയാവില്ല. ഇതിപ്പോൾ എൻ്റെ ക്യാമറ ഓണാണ്. ഈ ദോശ ഒരു വിധത്തിൽ തിരിച്ചിട്ടിട്ട് അത് തിരിയുന്നില്ല. അങ്ങനെ ആ കല്ല് മാറി ഞാൻ പിന്നെ നോൺ സ്റ്റിക്ക് എടുത്ത് വെച്ചു. അതിൽ ഞാൻ ദോശമാവ് ഒഴിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ ക്യാമറ അങ്ങ് ഓഫ് ചെയ്തു ഗൈസ്. ക്യാമറ ഓഫ് ചെയ്തിട്ടാണ് ഞാനത് തിരിച്ചിട്ടത്. അപ്പോൾ കുറച്ച് ശരിയായിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഈ തുളു വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങയും ശർക്കരയും കൂടെ മിക്സ് ചെയ്ത തുളു. വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ഇടാം. സാധാരണ എനിക്ക് കുളിച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ കയറുന്നതേ ഇഷ്ടമല്ല. പിന്നെ ആവശ്യം എൻ്റെതായി പോയത് കൊണ്ട് കയറിയല്ലേ പറ്റുള്ളൂ. പിന്നെ ഈ തുളു വെറുതെ തിന്നാൻ നല്ല രസമാണ്. തുളു അല്ലേ ഗൈസ്, തുറു. അത് വെറുതെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. അത് മാത്രം കഴിച്ചാൽ മതിയെന്ന് ഞാൻ വിചാരിച്ചു. വെറുതെ കിച്ചണിൽ കയറി മഴയാണെങ്കിലും ചൂടിനൊരു കുറവുമില്ല. പിന്നെ മധുരം കൂട്ടി കടുപ്പം കുറച്ചൊരു കട്ടനിട്ടു. ഇതിനിടയ്ക്ക് ഞാൻ ആ ദോശക്കല്ല് കഴുകി വൃത്തിയാക്കി. അപ്പോഴത്തേക്ക് കട്ടന് റെഡിയായി. 3-4 ചുട്ടിട്ടുണ്ട്. തിങ്കണ്ണം വേണമല്ലോ. പിന്നെ കട്ടനും കൂട്ടി ഗോതമ്പ് ദോശ കഴിച്ചു. ഓക്കെ, ബൈ ഗൈസ്.